ബാഡ് സൗണ്ട്സില് ഇത്രയും കൊള്ളാമ്പേ ഉള്ളൂ. ശംഖ് ചെവി വെച്ച് നോക്കിയിട്ടുണ്ടോ? ആ കടയിലിരുമ്പണ അത് കേൾക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിക്കുണ്ട്. വിക്ക് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളു. നടക്കുന്ന കാലത്താണ് അന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. പാകിസ്ഥാൻ ഭാഗവും ഉയർന്നു വന്നിരുന്നു. അന്ന് 1000 കോളാമ്പി വെച്ചു എൻ്റെ അച്ഛൻ. ഓ 61. നല്ല ശബ്ദം. ഗാനഗന്ധർവൻ ആദ്യത്തെ പബ്ലിക് പെർഫോമൻസ്. അന്ന് സിംഗപ്പൂരിൽ നിന്ന് ഒരു ഷോർ മൈക്ക് വാങ്ങിച്ചു. 75. നല്ല അന്തസ്സുള്ള സ്ത്രീ ശബ്ദം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ലോകപ്രശസ്തമായ ഒഥല്ലോ, കഥാധികൻ സാംബശിവൻ തന്റെ പ്രിയപത്നി ഡെസ്റ്റമനെ കുറിച്ച് ഒഥല്ലോ അഭിമാന സമേതം പറയാറുണ്ട്. ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും പോയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ഇല്ല. അമ്മാളും ദിഷ്ടി പൊട്ടും. ചെല്ലമേ என்னென்ன வேலை செஞ்சுட்டு வந்திருக்கேன். Excuse me. I'm Elizabeth Matthew. Mercantile ബാങ്കിൻ്റെ ലീഗൽ ഓഫീസറാണ്. നെക്സ്റ്റ് പേജിൽ ആ ക്രോസ് ഇട്ടെടുത്തൊന്ന് സൈൻ ചെയ്യണം. വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ സർഫേസി നോട്ടീസാണ്. What's happening? Normal legal proceedings. ഇനി ഈ നോട്ടീസ് വീടിൻ്റെ മുമ്പിൽ പതിപ്പിച്ചിട്ട് നിങ്ങളെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും. പണ്ടൊക്കെ ചെണ്ടമേളവും നാസുറും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പം അതൊന്നുമില്ല, ഒരു ഫോട്ടോ മാത്രം.
സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ജപ്തി ചെയ്താൽ പോരെ, പിന്നെ ആൾക്കാരെ ഇങ്ങനെ നാണം കെടുത്തുന്നുണ്ടോ? ഇങ്ങോട്ട് വാ. വാ, ഇങ്ങോട്ട് നിൽക്കേ. മോളെ കൊണ്ടുപോകും. ഒരു മിനിറ്റ്, താങ്കൾ ഇപ്പുറത്ത് നിന്ന്. താങ്കൾ വലിയ ഇടതുപക്ഷക്കാരനല്ല, അങ്ങോട്ട് നിൽക്കുക. ഒരു പൊട്ടിക്കകത്ത് ചെറുതായിട്ട് കണ്ടോട്ടെ. ആ, ഓക്കെ. കൂടെ പിടിച്ചു. ആ, കൂടെ ഒരു പുറത്ത് പൂക്കെ പിടിച്ച്. ആ, ഇനി ഒരു ചിരിയാവാം. ആ, ഓക്കെ. ആ, ഇനി ഇത് ചിരിച്ചോ. കാപ്പി. கடவுளப்பா கடவுளுக்கும் தெரியுமப்பா காசேதான் கடவுளப்பா அந்த கடவுளுக்கும் இது தெரியுமப்பா கைக்கு கை சா सरस्वती 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 नमोस्तुते 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 शारदे शारदे विद्याप्रदे 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 प्रदे ഹലോ സർ, അരുന്ധതിയാണ്. അരുന്ധതി എന്ന് പറഞ്ഞാൽ? പാട്ടുകാപ്പി കടയിൽ. ഓ, മിസ് അരുന്ധതി, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പാട്ടുകാപ്പി കടയുടെ 2005 ലോൺ ബാലൻസ് 1 ലക്ഷം. പലിശ 10.25%. അദ്ദേഹം 2007 വരെ മാസം അടച്ചത് 15,000 rupees into 24 months. അതായത് 3,60,000 rupees. 2005 മുതൽ 2007 വരെയുള്ള പലിശ ഏകദേശം എനിക്ക് തോന്നുന്നത് 1,83,000 സംതിങ് വരും. 2007 ഏപ്രിൽ മുതൽ 2018 മാർച്ച് വരെയുള്ള എമൗണ്ട് ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ കൊടുത്തത് ഗവൺമെന്റ് പോളിസിന്റെ ബേസിസിലല്ലേ? അതേ ഗവൺമെന്റ് അല്ലേ 2005 കോളാമ്പി ബാൻ ചെയ്തത്? സോ കച്ചവടം നിർത്തിച്ചിട്ട് ലോൺ അടപ്പിക്കണം എന്നാണോ ഇപ്പോഴത്തെ പോളിസി? ഇതെന്താ സർ? കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നാണോ? ഇനി ബാങ്ക് ചാപ്പയ്ക്കൊന്നും ലോൺ കൊടുത്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി ഹാവ് ടു മീറ്റ് ആൻഡ് ടോക്ക്. ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഒരു ക്ലാസ്സിലാണ്. കുറച്ച് സംഗീതം, ശുദ്ധ സംഗീതം. ആ